ഹലോ മൈ ഡിയർ സ്റ്റുഡൻസ്, വെൽക്കം ബാക്ക് ടു റാൻസ് ലേണിംഗ് പോർട്ടൽ. ഞാൻ നിങ്ങളുടെ സ്വന്തം ഷാഫി സാറാണ്. ഇംഗ്ലീഷ് ഗ്രാമറിലെ ബേസിലെ പാർട്ട് 3 ആണ്. എന്താണ് സാറേ വെർബ്? ഇല്ലേ, കുറെ ആളുകൾ സ്കൂളിൽ ടീച്ചേഴ്സ് വെർബ് എന്ന് പറഞ്ഞാൽ ബോർഡിലാണ് എഴുതുമ്പോഴത്തന്നെ അല്ലേ, എങ്ങനെ എഴുതല്? VREB അല്ലേ, VERB അല്ലേ, ഈ കോല് മേൽക്കിടീന് പകരം അടിക്കാണ്ടും എന്നിട്ട് എന്ത് ചെയ്യും? വായിക്കൽ തന്നെ വെർപ്പ് എന്നാണ്. വെർപ്പല്ല, വെർബ് അല്ലേ, പ്രവൃത്തി. എന്താണ് പ്രവൃത്തി? വെർബ് ഈസ് ആൻ ആക്ഷൻ. ഒരു പ്രവൃത്തി ആവാം, അല്ലെങ്കിലോ സ്റ്റേറ്റ് ഒരു അവസ്ഥയാവാം, അല്ലെങ്കിലോ ഒരു എക്സ്പീരിയൻസ് ഒരു അനുഭവമാവാം എന്നുള്ളതാണ് വെർബ് കൊണ്ട് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്. നോട്ട് ഓൺലി ആൻ ആക്ഷൻ ബട്ട് ഓൾസോ സ്റ്റേറ്റ് ഓർ എക്സ്പീരിയൻസ് ഒക്കെ എന്താണ് വെർബിന് എക്സാമ്പിൾ ആണ്. അപ്പം നമുക്ക് എക്സാമ്പിളോട് എന്ത് ചെയ്യാൻ പറ്റും? കയറി പോകാൻ പറ്റും. നമ്മൾ സ്കൂളിൽ പഠിച്ചിട്ടുണ്ടാവില്ലേ, ഒരു പ്രവൃത്തി എന്ന് മാത്രമായിരിക്കും അല്ലേ? അല്ല കേട്ടോ, ഇങ്ങനെയൊക്കെ ഉണ്ട്. കുറച്ച് ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു പോവാണ്, ബേസിക് ആയിട്ട് നിങ്ങൾ മനസ്സിലാക്കാനാണ്, പിന്നെ കൺഫ്യൂഷൻ വരാണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണ്. എക്സാമ്പിൾ നോക്കൂ. എക്സാമ്പിൾ ഫോർ ആക്ഷൻ വെർബ്, പ്രവൃത്തിയായിട്ടുള്ള കുറെ അല്ലേ, ആക്ഷൻ ആയിട്ട് നമ്മൾ ചെയ്യുന്ന പ്രവൃത്തികളുള്ള കുറെ എക്സാമ്പിൾ ആട്ടോ. റൺ ഓടുക, വാക്ക് നടക്കുക, ടോക്ക് സംസാരിക്കുക, ഷെയർ പങ്കുവെക്കുക, ഇരിക്കുക, സ്റ്റാൻഡ് അല്ലേ നിൽക്കുക. കൂടെ ഇങ്ങനെ വായിച്ചു നോക്ക്, നിങ്ങളൊന്ന് വായിച്ചു നോക്ക്. കാര്യം വായന പൊതുവേ നമ്മൾ കുറവാണല്ലോ. അപ്പൊ ഒന്ന് വായിച്ചു നോക്ക്. ജമ്പ്, കീപ്പ്, ബ്രിങ്, ബൈ, ഡ്രിങ്ക്, ചവക്കട്ടോ, സിങ്, സ്പീക്ക്, ഡ്രൈവ്, travel, teach, learn, play, dance, skip, try, move, lift, make, cook, read, write, test, ring, call, clear, stitch എന്നൊക്കെ പറയുന്നതാണ് ആക്ഷൻ വെർബിന് എക്സാമ്പിൾ കേട്ടോ. ഇതൊക്കെ ഒരു പ്രവൃത്തി ആയിരിക്കും എന്ന്. എന്നാ നോക്കൂ നിങ്ങൾ, എക്സാമ്പിൾ ഫോർ എക്സ്പീരിയൻസ് വെർബ് ഓർ സ്റ്റേറ്റീവ് വെർബ്സ് എന്നാ പറയാം. ഇത് എക്സ്പീരിയൻസ് ചെയ്യലാണ്, ആക്ഷൻ ഉണ്ടാവില്ല, എക്സ്പീരിയൻസ് ചെയ്യലാണ്. കാണുക എന്ന് നമ്മൾ എക്സ്പീരിയൻസ് ആണ് ചെയ്യുന്നത്. കേൾക്കൽ എക്സ്പീരിയൻസ് ആണ്. സ്മെല്ല്, ടേസ്റ്റ്, സീം, സൗണ്ട്, ലുക്ക്, സെൻസ്, ലവ്, ഹേറ്റ്, അഡോർ, ലൈക്ക്, ഡെസ്പൈസ്, ഡൗട്ട്, ഫീൽ, ബിലീവ് അല്ലേ. നമ്മൾ ബിലീവ് ഒക്കെ ചെയ്യൽ എങ്ങനെയാണ്? ഇങ്ങനെ വല്ല ആക്ഷൻ ഉണ്ടോ? ഇല്ല, നമ്മൾ ഫീൽ ചെയ്യലല്ലേ, എക്സ്പീരിയൻസ് ചെയ്യലാണ്. ഫർഗെറ്റ്, റിമെമ്പർ, ലോങ് അല്ലെ, ആഗ്രഹിക്കുക എന്ന് പറയുന്ന അർത്ഥം കേട്ടോ, നീളം എന്ന് പറയുന്ന അർത്ഥമല്ല. അഗ്രി, ഡിസഗ്രി, എൻജോയ്, നീഡ്, തിങ്ക്, റെക്കഗ്നൈസ്, പ്രിഫർ, അണ്ടർസ്റ്റാൻഡ്, സസ്പെക്ട്, അപ്പിയർ. നോക്കൂ നിങ്ങൾ, പൊസഷൻ വേർബ്സ് ഉണ്ട് കേട്ടോ. പൊസഷൻ വേർബ്സ് ഇൻക്ലൂഡ്, അതായത് ഉണ്ട് എന്ന് കാണിക്കുന്ന അല്ലെ, ഐ ഹാവ് ഉണ്ട് അല്ലെ, ബിലോങ് അല്ലെ, ഇൻക്ലൂഡ്, ഓൺ, വാണ്ട്, ഇതൊക്കെ പൊസഷനെ കാണിക്കുന്ന വേർബുകളാട്ടോ. ഐ വോണ്ട് എന്ന് പറയുന്നതില്ലേ, ഐ ഓൺ ഞാൻ ഓൺ ചെയ്യുന്നു, ഐ ഹാവ് ഞാൻ ഉള്ളവനാകുന്നു എന്ന് പറയുന്ന അർത്ഥം കേട്ടോ. ശ്രദ്ധിക്കണേ, ഇങ്ങനെ കുറച്ച് പൊസിഷൻ വേർബ്സ് ഉണ്ട്. ഇനി നോക്കൂ, വേർബ്സ് ദാറ്റ് ഡിസ്ക്രൈബ് സ്റ്റേറ്റ് ഓഫ് ബീങ് ഇൻസൈഡ് അല്ലെ, ഇൻക്ലൂഡ് അല്ലെ, ഉണ്ട് എന്ന് പറയുന്ന അവസ്ഥ. നോക്കൂ, ഉണ്ട് എന്നല്ല, അവസ്ഥ, ആകുന്നു എന്ന് പറയുന്ന അവസ്ഥ. കണ്ട, ഐ ആം എന്ന് എഴുതി കഴിഞ്ഞാൽ ഇതിലെ സബ്ജക്റ്റ് ഏതാ? ഐ അല്ലേ. ഇതിലെ വെർബ് ഏതാണ്? ആം, ആകുന്നു, ഞാൻ ആകുന്നു എന്ന് പറയുന്ന എൻ്റെ സ്റ്റേറ്റ് ആണ് ഈ കാണിക്കുന്നത് എന്നല്ലേ. ഈസ്, ആകുന്നു, ആറ്, വാസ്, വേർ, ആയിരുന്നു എന്ന് പറയുന്ന അർത്ഥമാണ്. വെയ്, കണ്ടെയ്ൻ, ഇൻവോൾവ്, കൺസിസ്റ്റ് എന്നൊക്കെ പറഞ്ഞു വെച്ചാൽ എന്തിന് എക്സാമ്പിൾ ആടാ? പറ. ഉൾക്കൊള്ളുന്നു എന്നൊക്കെ പറയില്ലേ, ഇതൊക്കെ എന്താണ്? വെർബുകൾക്ക് എക്സാമ്പിൾ ആണ്. സോ മൈ ഡിയർ സ്റ്റുഡൻസ്, ഇതാണ് വെർബ്. അപ്പൊ ഈ വെർബിന്റെ അല്ലെ, ഈ വെർബുകളുടെ V1, V2, V3 എന്നൊക്കെ പറയുന്ന സാധനങ്ങളില്ലേ, അതൊക്കെ നമ്മൾ പഠിക്കണമെങ്കിൽ നെക്സ്റ്റ് പാർട്ട് എന്ത് ചെയ്യണം? നെക്സ്റ്റ് പാർട്ടിൽ നിങ്ങൾ എന്ത് ചെയ്യണം? കാണണം കേട്ടോ. എന്താണ് V1, V2, V3 എന്നുള്ളതൊക്കെ. ഇപ്പൊ വെർബ് എന്താണെന്ന് പക്ക മനസ്സിലായില്ലേ മക്കൾക്ക്? സോ ദാറ്റ്സ് ഓൾ അബൌട്ട് വെർബ്. താങ്ക് യു വെരി മച്ച്. ബൈ.